ഇത് രണ്ടും രണ്ട് തരം പ്രോട്ടീൻസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വേ പ്രോട്ടീനും ഇത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് എന്തിനാണ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ. ഇതാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീനിലെ മെജോറിറ്റി ഉള്ളത് വേയെ പ്രോസസ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടീൻസും അതുപോലെ കുറച്ച് നാച്ചുറൽ ഫ്ലേവേഴ്സും ആണ്. എന്നാൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിൽ കൂടുതലും സോയ് പ്രോട്ടീൻ ആണ്. അതായത് സോയാബീനിനെ പ്രോസസ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടീനാണ് സോയ് പ്രോട്ടീൻ. പ്രധാനമായും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എല്ലാവരും ചൂസ് ചെയ്യുന്നതിന് കാരണം ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ വേ പ്രോട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറവായതുകൊണ്ടുമാണ്. എന്നാൽ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. അതായത് ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ ആന്റി ന്യൂട്രിയന്റിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്ത പ്രോട്ടീന്റെ അബ്സോർപ്ഷനും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവരാണ്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് സീറോ ലാക്ടോസ് അടങ്ങിയ ഒരുപാട് വേ പ്രോട്ടീൻസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള പ്രോട്ടീൻസ് ആണ് ചൂസ് ചെയ്യുക? വേ പ്രോട്ടീൻസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് കഴിച്ചാൽ നിങ്ങൾ കഴിച്ചു എന്നുള്ള സംതൃപ്തി അല്ലാതെ പ്രോട്ടീനിന്റെ ഒരു ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എടുക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ.